അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കൃപാവത്തിലിരുവാനും തിരുവഴുത്തുകളെ ഗ്രഹിപ്പാനും ജീവിതത്തിൽ ദൈവിക അനുഭവങ്ങളെ പ്രാപിച്ച് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുവാനുമായ ആഗ്രഹത്തോടെ നാം തിരുസന്നിധിയിലായിരിക്കുന്നല്ലോ. കർത്താവ് തൻ്റെ വചനത്തിൽ നിന്ന് വ്യക്തതയോടെ നമ്മോട് സംസാരിപ്പാനിടയാകട്ടെ. സുവിശേഷങ്ങളിൽ നാം ശ്രദ്ധിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ശുശ്രൂഷ ആരംഭിക്കുന്ന വേളയിൽ താൻ വിളിച്ചു പറയുന്നതായ ഒരനുഭവം നമുക്ക് ഇങ്ങനെ കാണുവാൻ കഴിയും. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ എന്ന് പറയുന്ന ഒരു വാക്യം. മർക്കോസ് സുവിശേഷം 1-ാം വാക്യം. ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. ഇത് നാം വളരെ സന്തോഷത്തോടെ പബ്ലിക്കിൽ വിളിച്ചു പറയുന്ന ഒരു വാക്യമാണ്. ദൈവരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിനെന്ന് നാം ഇത് വിളിച്ചു പറയുമ്പോൾ നമ്മുടെ മുൻപിൽ നമുക്ക് വ്യക്തമായൊരു ധാരണയുണ്ട്. നാം അറിയിക്കേണ്ടതായൊരു സുവിശേഷം നമുക്ക് കൊടുക്കപ്പെട്ടിട്ടുണ്ട്. സുവിശേഷങ്ങൾ എന്ന പേരിൽ 4 സുവിശേഷങ്ങൾ നമുക്ക് തിരുവഴുത്തിൽ കൊടുക്കപ്പെട്ടിട്ടുണ്ട്. ആ സുവിശേഷങ്ങൾ നാം ദേശത്തോട് ജനത്തോട് അറിയിപ്പാൻ ആഗ്രഹിച്ചുകൊണ്ട് ആ സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ എന്നുള്ള ബോധ്യതയോടെയാണ് നാം ഇത് പറയുവാൻ ഇടയാകുന്നത്. എന്നാൽ നാം ഒരു നിമിഷം ഒന്ന് ചിന്തിക്കേണ്ടതായൊരു കാര്യം എന്തെന്ന് ചോദിച്ചാൽ, കർത്താവായ യേശു ക്രിസ്തു ഈ വാക്യം വിളിച്ച് പറഞ്ഞ് ദേശത്തോട് അല്ലെങ്കിൽ തൻ്റെ അടുക്കൽ വന്നവരോട് മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു സുവിശേഷം കൊടുക്കപ്പെട്ടിരുന്നില്ല, അഥവാ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇങ്ങനെ നമുക്ക് ലഭിച്ചതായ മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാനൊക്കെ എഴുതിയതായ ഒരു സുവിശേഷം അന്ന് ഉണ്ടായിരുന്നില്ല എന്നുള്ളത് നമുക്ക് നന്നായിട്ടറിയാം. അങ്ങനെയെങ്കിൽ പിന്നെ ഏത് സുവിശേഷമാണ് കർത്താവ് ഘോഷിപ്പാൻ ഇടയായത്, അഥവാ ഏത് സുവിശേഷത്തിൽ വിശ്വസിപ്പാനാണ് കർത്താവ് ആവശ്യപ്പെടുവാനിടയായതെന്നുള്ളത് നമ്മുടെ ചിന്താമണ്ഡലത്തിൽ നിൽക്കുവാൻ അഥവാ ഉയർന്ന് വരുവാൻ നമുക്കിടയാകേണ്ടിയിരിക്കുന്നു. അതിനെ നാം അല്പം ആഴമായി പഠിക്കുമ്പോൾ യേശു അന്ന് സുവിശേഷം എന്താണെന്ന് നമുക്ക് ബോധ്യമില്ലാത്ത, തനിക്ക് വ്യക്തമായി അറിവുള്ളതായ ഒരു സുവിശേഷത്തെക്കുറിച്ച് അറിയിച്ചുകൊണ്ട് ആ സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ എന്ന് പറയുവാൻ ഇടയായി. എന്നാൽ വീണ്ടും കർത്താവിൻ്റെ കാലം കഴിഞ്ഞ് അപ്പസ്തോലന്മാർ ഇതേ സുവിശേഷ പ്രസംഗങ്ങൾ തന്നെ നടത്തി സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ എന്ന് പറഞ്ഞ് മുൻപോട്ട് വരുന്ന സമയത്ത് അപ്പസ്തോലനായ പൗലോസ് തൻ്റെ ജീവിതാനുഭവത്തോട് അല്ലെങ്കിൽ തൻ്റെ ബോധ്യതയോട് ചേർത്ത് താൻ പറയുന്നൊരു വാക്കുണ്ട്. ഇതാകുന്നു എൻ്റെ സുവിശേഷം എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിനെ പരിചയപ്പെടുത്തുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. ദാവീദിൻ്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചു കൊള്ളുക, ഇതാകുന്നു എൻ്റെ സുവിശേഷം എന്ന് പറഞ്ഞ് ആ സുവിശേഷത്തെ നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നതായി കാണുവാൻ കഴിയും. അവിടെ യേശു ക്രിസ്തുവാണ് സുവിശേഷം എന്ന് വ്യക്തതയോടെ നമ്മെ അപ്പസ്തോലൻ ഓർപ്പിക്കുവാനിടയാകുന്നു. സുവിശേഷം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ സുവിശേഷം അല്ലെങ്കിൽ സദ്വർത്തമാനം എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. ആ വാക്കിൻ്റെ അർത്ഥം സദ്വർത്തമാനമാണെന്നുള്ളത് കൊണ്ട് നമുക്കതിനെ മറ്റൊരു നിലയിൽ ചിന്തിപ്പാൻ ഇടയാകുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ ജനനത്തിങ്കൽ ദൂതന്മാർ ആട്ടിടയന്മാരോട് അറിയിക്കുന്ന ആ അനുഭവത്തെ, യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് അറിയിക്കുന്ന അനുഭവത്തെ നാം ശ്രദ്ധിക്കുമ്പോൾ ലൂക്കോസ് സുവിശേഷത്തിലാണോ ദൂതന്മാർ നമ്മോടറിയിച്ച സദ്വർത്തമാനത്തെ നാം പോയി കാണുവാനിടയാകണം എന്ന് പറയുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. അല്ലെങ്കിൽ അവിടെ നമ്മുടെ ചിന്തയിൽ വരുന്നതായ ഒരു കാര്യം, യേശു ക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ച് അറിയിക്കപ്പെട്ടതായ അനുഭവമാണ് അവിടെ സുവിശേഷമായി അഥവാ സദ്വർത്തമാനമായി കാണപ്പെടുവാനിടയാകുന്നത്. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒന്നാമത് നാം ഉണരുവാനിടയാകുന്നത് കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് അറിയിക്കപ്പെടുന്ന അനുഭവമാണ് സുവിശേഷം എന്ന് നമുക്കുണരുവാൻ ഇടയാകണം. ആ സുവിശേഷമാണ് യേശു പ്രസംഗിച്ചത് നമുക്ക് പറവാൻ കഴിയുകയില്ല, കാരണം നമുക്കത് വ്യക്തതയില്ല. എന്നാൽ സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ എന്ന് കർത്താവ് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നാം സുവിശേഷത്തിൽ വിശ്വസിപ്പാൻ നമുക്കിടയാകത്തക്കവണ്ണം സുവിശേഷം നമുക്ക് കൊടുക്കപ്പെടുന്ന ഒരനുഭവം നാം ഉണരുന്നു. എന്നാൽ വ്യക്തതയോടെ നാം ചിന്തിക്കേണ്ടതായ കാര്യം എന്തെന്ന് ചോദിച്ചാൽ, ഒന്നുമില്ലായ്മയിൽ അഥവാ
സുവിശേഷം എന്നതിന് യാതൊരു നിർവചനവും കൊടുപ്പാൻ കഴിയാതിരിക്കുന്ന കാലത്ത് യേശു സുവിശേഷം എന്നൊരു വാക്ക് ഉപയോഗിച്ചുകൊണ്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിനെന്ന് പറഞ്ഞിട്ട് അപ്പോസ്തലനായ പൗലോസിന്റെ കാലം വന്നപ്പോൾ അത് കർത്താവായ യേശു ക്രിസ്തു ആണ് എന്ന് പറയത്തക്കതായ ഒരു അനുഭവത്തിലേക്ക് വന്നിട്ട് പിൽക്കാലത്ത് സുവിശേഷങ്ങൾ എഴുതപ്പെട്ടപ്പോൾ യേശുവിൻ്റെ ജനനം മുതൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർന്നെഴുന്നേൽക്കുന്നതായ കാലഘട്ടം വരെയുള്ള ചരിത്രത്തെ എഴുതിയിട്ട് അത് സുവിശേഷമാണെന്ന് പറഞ്ഞ് ക്രിസ്തീയ ഗോളത്തിൽ കൊടുക്കപ്പെടുവാൻ ഇടയാകുന്ന ഒരനുഭവം നമുക്ക് ഉണരുവാനിടയാകുന്നു. ഒറ്റവാക്കിൽ നാം ഉണരേണ്ടതെന്ന് ചോദിച്ചാൽ 3 അനുഭവങ്ങളിലൂടെ ഈ സുവിശേഷം എന്ന വാക്ക് കടന്നു പോകുന്നുണ്ട്. യേശു അതിനെ പ്രസംഗിക്കുമ്പോൾ അത് ഒന്നുമില്ലാത്ത ഒരു കവർ മാത്രമായി, അല്ലെങ്കിൽ അകത്തൊന്നുമുണ്ട് എന്ന് നമുക്ക് വ്യക്തതയില്ലാത്ത ഒരു കവർ മാത്രമായി നമുക്ക് ആ സുവിശേഷം എന്ന അനുഭവത്തെ കാണുവാൻ കഴിയുമെന്നാൽ വർഷങ്ങൾക്ക് ശേഷം അപ്പോസ്തലനായ പൗലോസ് സുവിശേഷം അറിയിച്ച് പ്രസംഗിച്ച് നടന്ന കാലഘട്ടത്തിൽ താൻ അതിനെക്കുറിച്ച് യേശു ക്രിസ്തുവാണ് സുവിശേഷം എന്ന് ഓർപ്പിക്കുവാനിടയാകുന്നു. വീണ്ടും അപ്പോസ്തലന്മാർ മുൻപോട്ട് പോകുമ്പോൾ പിൽക്കാലത്ത് സുവിശേഷങ്ങൾ എഴുതപ്പെട്ടിട്ട് ആ സുവിശേഷങ്ങൾ യേശുവിൻ്റെ ജീവചരിത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് യേശുവിൻ്റെ ജനനം മുതൽ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ സമയം വരെയുള്ളതായ അനുഭവങ്ങളെ വ്യക്തമായി ക്രോഡീകരിച്ചുകൊണ്ട് ഇന്ന് നമുക്ക് അത് സുവിശേഷമായി നൽകപ്പെടുവാനിടയാകുന്നു. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നാം സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ എന്ന് പറയുമ്പോൾ എന്താണ് നമ്മിൽ ഉളവാകേണ്ടതായ വിശ്വാസം എന്നുള്ളത് ഒരു നിമിഷം മറ്റൊരു കാഴ്ചപ്പാടിൽ, അഥവാ നാം സാധാരണ ചിന്തിക്കുന്ന ചിന്തയിൽ നിന്ന് വിപരീതമായ ഒരു അനുഭവത്തിലേക്ക് നാം വരുവാൻ നമുക്കിടയാകട്ടെ. ക്രിസ്തു ആണ് സുവിശേഷം എന്ന് നാം വ്യക്തമായി ഉണരുന്നു. എന്നാൽ ആ ക്രിസ്തു എന്ന സുവിശേഷം കൊടുക്കപ്പെടുമ്പോൾ അത് ശൂന്യമായിരുന്നു, പിന്നീട് അത് നിറഞ്ഞതായി തീരുവാനിടയാകുന്നു. അഥവാ യേശുവാണ് സുവിശേഷം എന്ന് പറഞ്ഞ ആ അനുഭവത്തെ യേശുവിൻ്റെ ജനനം മുതൽ ഉയർപ്പ് വരെയുമുള്ള അനുഭവങ്ങളെ കുത്തി നിറച്ചെന്നോണം, അല്ലെങ്കിൽ ആ അനുഭവങ്ങളെ ഓരോന്നും വ്യക്തതയോടെ രേഖപ്പെടുത്തി ആ സുവിശേഷത്തെ ആ നിലയിൽ നിറയ്ക്കുന്ന ഒരനുഭവം നമുക്ക് കാണുവാൻ കഴിയും. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ആത്മീക ജീവിതത്തിൽ, അഥവാ ക്രിസ്തീയ ജീവിതത്തിൽ സുവിശേഷത്തിൽ വിശ്വസിക്കുക എന്ന് നമ്മോട് ആവശ്യപ്പെടുമ്പോൾ എന്താണ് അതുകൊണ്ട് ദൈവാത്മാവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരനുഭവം, അഥവാ എന്താണ് നാം അതിൽ നിന്ന് ഉൾക്കൊള്ളുവാൻ ഇടയാകേണ്ടതായ ഒരനുഭവം? നമ്മുടെ ജീവിതത്തിൽ നമുക്കറിയാം, ആത്മീക ജീവിതമെന്ന് പറയുന്നത് ഈ പുറമേ കാണുന്ന പുറമോടി അല്ല എന്നുള്ളത് നമുക്കറിയാം. എന്തുകൊണ്ടെന്നാൽ നാം ആയിരിക്കുന്ന അനുഭവത്തെ അപ്പോസ്തലൻ ഓർപ്പിക്കുന്നത് ഭക്തിയുടെ വേഷം എന്നാണ്. ഭക്തിയുടെ വേഷം, പുറമേ ഉള്ള അനുഭവം ഒരു ഭക്തിയുടെ വേഷം ധരിക്കുന്ന അനുഭവമാണ്. ആ ഭക്തിയുടെ വേഷം ധരിച്ച് നാം ജീവിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഉള്ളിൽ ക്രിസ്തു ഉരുവാകുവാൻ ഇടയാകണമെന്ന് തിരുവെഴുത്ത് നമ്മെ ഓർപ്പിക്കുന്നുണ്ട്. ഗലാത്യ ലേഖനത്തിലാണ് അപ്പോസ്തലൻ പറയുന്നു, ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവോളം ഞാൻ പ്രസവ വേദനപ്പെടുന്നവരായ എൻ്റെ കുഞ്ഞുങ്ങളെ എന്നൊരു വാക്ക് അപ്പോസ്തലൻ പറയുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. ഗലാത്യർ 4:19 ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവോളം ഞാൻ പിന്നെയും പ്രസവവേദനപ്പെടുന്നവരായ എൻ്റെ കുഞ്ഞുങ്ങളെ എന്ന് പറയുന്നു. ഇവിടെ അപ്പോസ്തലൻ ഒരു പിതാവ് അല്ലെങ്കിൽ ഒരു മാതാവായും നാം എൻ്റെ മക്കളായും ഒക്കെ നമ്മെ ഓർപ്പിക്കുമ്പോൾ ആ മക്കളും അപ്പനും അല്ലെങ്കിൽ അമ്മയും എന്നുള്ള ബന്ധത്തിൽ തന്നെ നാം ആയിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ ഉരുവാകുന്ന ഒരനുഭവം ഓർപ്പിച്ചുകൊണ്ട് പറയുന്നു, ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവോളം. അപ്പോൾ യഥാർത്ഥത്തിൽ നാം ആത്മീയ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നാം ക്രിസ്തുവിനെ അറിഞ്ഞ് ദൈവിക അനുഭവങ്ങളെ അറിഞ്ഞ് മനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് രക്ഷിക്കപ്പെട്ട് ദൈവമക്കളായി തീരുന്ന അനുഭവത്തിലേക്ക് നാം വരുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ ഉള്ള് ശൂന്യമാണ് എന്നുള്ളതാണ് സത്യം. ക്രിസ്തു നമ്മിൽ ഉരുവാകത്തക്കവണ്ണമുള്ള ഒരനുഭവത്തിൽ നാം ഒരുക്കപ്പെട്ടവരായി തീരുവാൻ, അതിനായുള്ള അനുഭവത്തിലേക്ക് നാം നടത്തപ്പെട്ട് ഒരുക്കപ്പെട്ടവരായി തീരുവാൻ നമുക്ക് ഇടയാകുന്ന ഒരനുഭവമാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആരംഭം എന്ന് പറയുന്നത്. ആ നിലയിൽ നാം ഒരുക്കപ്പെട്ട് കഴിഞ്ഞ് നാം ദൈവിക അനുഭവങ്ങളിലൂടെ ശ്രേഷ്ഠതയിലേക്ക് നാം നടത്തപ്പെട്ട് കഴിയുമ്പോൾ സ്വാഭാവികമായി നമ്മിൽ ഉരുവാകേണ്ട ഒരനുഭവം ക്രിസ്തു
ക്രിസ്തു നമ്മിൽ ഉരുവാകുവാനിടയാകണം. ക്രിസ്തു നമ്മിൽ ഉരുവാകുന്ന അനുഭവത്തെക്കുറിച്ച് നാം എങ്ങനെ ഉണരുവാൻ കഴിയുമെന്ന് ചോദിച്ചാൽ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ച് നാം തിരുവഴുത്തിൽ ശ്രദ്ധിക്കുമ്പോൾ കന്യകയായ മറിയയുടെ ഉദരത്തിൽ ക്രിസ്തു ഉരുവാകുവാനിടയായത് ദൈവത്തിൻ്റെ ശക്തി തൻ്റെ മേൽ നിഴലിട്ടപ്പോഴാണെന്ന് നമുക്ക് കാണുവാനിടയാകുന്നു. ദൈവദൂതൻ വ്യക്തമായി മറിയോട് പറയുന്നുണ്ട്, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രനെന്ന് വിളിക്കപ്പെടും. അപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വന്ന് അത്യുന്നതന്റെ ദൈവത്തിന്റെ ശക്തി നമ്മിൽ വ്യാപരിക്കുമ്പോഴാണ് നമ്മിൽ ക്രിസ്തു ഉരുവാകുവാൻ ഇടയാകുന്നത്. മറ്റൊരു നിലയിൽ പറഞ്ഞാൽ, പരിശുദ്ധാത്മ നിറവുള്ള ഒരു ജീവിതത്തിലേക്ക് നാം നടത്തപ്പെടുമ്പോൾ ക്രിസ്തീയ ജീവിതത്തിന്റെ ആരംഭ അനുഭവങ്ങളൊക്കെ കടന്ന്, മാനസാന്തര സ്നാനത്തിന്റെ പടികളൊക്കെ കടന്ന് പരിശുദ്ധാത്മാഭിഷേകം എന്നൊരനുഭവത്തിലേക്ക് നാം നടത്തപ്പെട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തിയോടെ നമ്മിൽ വന്നു കഴിയുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നവരുടെ ജീവിതത്തിലാണ് ക്രിസ്തു ഉരുവാകുവാനിടയാകുന്ന ഒരനുഭവം. അതുവരെയും ഒരു കന്യകയുടെ ഗർഭപാത്രം പോലെ, അല്ലെങ്കിൽ ആ അമ്മയുടെ ഉദരം പോലെ നാം നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഒരുക്കപ്പെടുന്ന ഒരനുഭവത്തിലേക്ക് വന്നിട്ട് ക്രിസ്തു നമ്മിൽ ഉരുവാകുവാനിടയാകുന്ന അനുഭവം പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനിടയാകുന്നു. യേശു സുവിശേഷം എന്ന വാക്ക് അറിയിക്കുമ്പോൾ, അത് ഞാൻ മുമ്പേ ഓർപ്പിച്ചതുപോലെ, നമുക്ക് ബോധ്യതയില്ലാത്ത, അറിവില്ലാത്ത ഒഴിഞ്ഞ ഒരു പാത്രം പോലെ കാണപ്പെടുവാനിടയാകുന്നു. എന്നാൽ അപ്പസ്തോലനായ പൗലോസിന്റെ കാലത്ത് താൻ അതിനെക്കുറിച്ച് അറിയിക്കുമ്പോൾ, ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, അതാകുന്നു എൻ്റെ സുവിശേഷം എന്ന് പറയുന്ന ഒരനുഭവത്തിൽ 4 വാക്കുകളിലൂടെ അല്ലെങ്കിൽ 5 വാക്കുകളിലൂടെ യേശുവിനെ ഒതുക്കി ക്രമീകരിച്ചുകൊണ്ട് അതാണ് സുവിശേഷം എന്ന് പറയുന്ന ഒരനുഭവത്തിലേക്ക് വരുവാനിടയാകുന്നു. പിന്നീട് കാലങ്ങൾ കഴിഞ്ഞാണ് യേശുവിൻ്റെ ജനനം മുതൽ മരണം വരെയുമുള്ള അനുഭവങ്ങൾ വ്യക്തതയോടെ എഴുതിയുണ്ടാക്കി അതൊക്കെയും യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം എന്ന അനുഭവത്തിൽ നമുക്ക് നൽകപ്പെട്ട് ആത്മാവ് അതിനെ ക്രോഡീകരിച്ച് ഇന്നും മുഴു ലോകത്തിലും അറിയപ്പെടത്തക്കതായ സുവിശേഷമായി അത് വെളിപ്പെടുവാൻ ഇടയാകുന്നതെങ്കിൽ ദൈവമക്കളെ ഒന്നുകൂടെ ശ്രദ്ധിച്ച് മനസ്സിലാക്കി ഉണരണേ. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നാം ക്രിസ്തീയ ജീവിതത്തിന്റെ ആരംഭത്തിൽ വരുമ്പോൾ ആ ഒഴിഞ്ഞ അനുഭവത്തിൽ, അഥവാ ഒഴിഞ്ഞ പാത്രം പോലെ നാം കാണപ്പെടുന്നു. എന്നാൽ അഭിഷേകം പ്രാപിക്കുമ്പോൾ, ദൈവശക്തി നമ്മുടെ മേൽ നിഴലിടുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉരുവാകുന്ന അനുഭവമാണ് ക്രിസ്തു നമ്മിൽ ഉരുവാക്കപ്പെടുവാനിടയാകുന്നു. ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രനെന്ന് വിളിക്കപ്പെടും. ശ്രദ്ധിക്കണം കേട്ടോ, ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രനെന്ന് വിളിക്കപ്പെടും. ഇതാണ് മറിയയ്ക്ക് കൊടുക്കപ്പെട്ടതായ വാഗ്ദത്തം. ഈ അനുഭവം യേശുവിൻ്റെ ജീവിതത്തിൽ എപ്പോഴാണ് നിറവേറിയത് എന്ന് നാം ഒന്ന് പരിശോധിപ്പാനിടയാകണം. ആർക്കെങ്കിലും പറയാമോ, എപ്പോഴാണിത് നിറവേറിയത്? വിശുദ്ധ പ്രജ ദൈവപുത്രനെന്ന് വിളിക്കപ്പെടുവാനിടയാകുമെന്നുള്ള ഒരനുഭവം അത് നാം റോമാലേഖനത്തിലാണ് വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും. കർത്താവായ യേശുക്രിസ്തു മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റതിന് ശേഷം തൻ്റെ ജീവിതാനുഭവത്തെക്കുറിച്ച് നാം വായിക്കുമ്പോൾ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധമായി താൻ ദൈവപുത്രനെന്ന് ശക്തിയോടെ നിർണയിക്കപ്പെടുവാൻ ഇടയായി എന്ന് നാം വായിക്കുന്നു. അങ്ങനെയെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ തൻ്റെ ജനനത്തിങ്കൽ കൊടുക്കപ്പെട്ടതായ ദൈവിക വാഗ്ദത്തമായ വിശുദ്ധ പ്രജ ദൈവപുത്രനെന്ന് വിളിക്കപ്പെടുന്ന അനുഭവം തൻ്റെ ജീവിതത്തിൽ വെളിവാകുന്നതവാ വ്യക്തതയോടെ വ്യക്തമാക്കപ്പെടുന്നത് താൻ ഉയർത്തെഴുന്നേറ്റവനായി തേജസ്കരിക്കപ്പെട്ടവനായി പിതാവിൻ്റെ അടുക്കലേക്ക് ചെല്ലുമ്പോഴാണല്ലെങ്കിൽ അപ്പോഴാണ് വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധമായി താൻ ദൈവപുത്രനെന്ന് ശക്തിയോടെ നിർണയിക്കപ്പെടുവാൻ ഇടയാകുന്നത്. റോമാലേഖനം 1-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യം. ദാവീദിന്റെ സന്തതിയായി ജനിക്കുകയും മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കയാൽ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രനെന്ന് ശക്തിയോടെ നിർണയിക്കപ്പെടുകയും ചെയ്തു. അപ്പോൾ യേശു അവിടെ ദൈവപുത്രന് ശക്തിയോടെ നിർണയിക്കപ്പെടുന്നത് വിശുദ്ധിയുടെ ആത്മാവിനാലാണെന്ന് നമുക്ക് ഉണരുവാനിടയാകുന്നു. മാത്രമല്ല, അത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷമാണ് എന്ന് നാം വായിക്കുന്നു. എന്നാൽ ഈ അനുഭവം മറിയയ്ക്ക് അറിയിക്കപ്പെടുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ, സ്വാഭാവികമായി നാം ചിന്തിച്ചാൽ
യേശുവിൻ്റെ ജനനത്തിന് അഥവാ യേശു ഉരുവാകുന്നതിനും മുൻപാണ് മറിയയ്ക്ക് ആ വാഗ്ദത്തം കൊടുക്കപ്പെടുവാനിടയാകുന്നത്. അതിനുശേഷം ഈ വാഗ്ദത്തം അവൾക്ക് ലഭിച്ചതിന് ശേഷമാണ് അവളിൽ ക്രിസ്തു ഉരുവാകുവാനും നാളുകൾക്ക് ശേഷം ക്രിസ്തു ജനിപ്പാനും ഇടയാകുന്നത്. ആ അനുഭവത്തെ നാം ഉണരുമ്പോൾ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആരംഭത്തിൽ അഥവാ ദൈവത്തിൻ്റെ മുൻനിർണയ പ്രകാരമുള്ള ദൈവഹിതത്തിൻ്റെ ശ്രേഷ്ഠതഹിതത്തിന് ഏറ്റവണ്ണം ദൈവം നമ്മെ കണ്ടിരുന്നതിനാൽ അഥവാ നാം ക്രിസ്തുവിനോട് കൂടെ വാഗ്ദത്തം പ്രാപിപ്പാൻ, അവകാശം പ്രാപിപ്പാൻ നമ്മെക്കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നതിനാൽ അഥവാ സഭയെക്കുറിച്ച് കർത്താവ് അത് ആഗ്രഹിക്കുന്നതിനാൽ ആ ഒരു അനുഭവം നമ്മിൽ ഉരുവാകുവാൻ വേണ്ടിയാണ് മറിയെപ്പോലെ ദൈവം നമ്മെ തെരഞ്ഞെടുക്കുവാനിടയായത്. അങ്ങനെ മറിയെപ്പോലെ ഒരു തെരഞ്ഞെടുപ്പ് പ്രാപിച്ചത് കൊണ്ട് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വിളിയും തെരഞ്ഞെടുപ്പും ഉണ്ടായത് കൊണ്ടാണ് ദൈവമക്കളെ നമുക്ക് ഈ ദൈവിക അനുഭവത്തിൻ്റെ അവസ്ഥയിലേക്ക് കടന്ന് വരുവാൻ ഇടയായത്. അങ്ങനെ ദൈവസന്നിധിയിലേക്ക് വരുവാൻ ഭാഗ്യം ലഭിച്ച നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, മറിയ ദൈവസന്നിധിയിൽ പറഞ്ഞതായ ഒരു വാക്കുണ്ട്. എന്താണ്? ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറയുവാനിടയാകുന്നു. മറിയയുടെ ആ ഒരു സമർപ്പണമാണ് തൻ്റെ ജീവിതത്തിൽ ക്രിസ്തു തന്നിൽ ഉരുവാകുവാനും ക്രിസ്തു തന്നിൽ വളരുവാനും ക്രിസ്തു തന്നിലൂടെ ജനിക്കുവാനും ഇടയായത്. അങ്ങനെയെങ്കിൽ നാം ആത്മീക ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആരംഭത്തിൽ തന്നെ മനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് രക്ഷിക്കപ്പെട്ട ദൈവമക്കളായി നാം മാറുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തോട് ഏൽപ്പിച്ചു കൊടുത്ത് സമർപ്പിക്കേണ്ട ഒരു വാക്കുണ്ട്. എന്താണ്? ഇതാ കർത്താവിൻ്റെ ദാസി, അങ്ങയുടെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറയുന്നു. റോമാലേഖനം 6-ാം അധ്യായം നാം ശ്രദ്ധിക്കുമ്പോൾ ദൈവമക്കളെ മാനസാന്തര സ്നാനത്തെക്കുറിച്ച് വ്യക്തതയോടെ പഠിപ്പിക്കുന്ന ഒരു തിരുവെഴുത്തിൻ്റെ ഭേദഭാഗമാണത്. അവിടെ 6-ാം അധ്യായത്തിൻ്റെ 2, 3, 4 വാക്യങ്ങളൊക്കെ നാം വായിക്കുമ്പോൾ സ്നാനത്തെക്കുറിച്ചാണ് നമ്മെ പഠിപ്പിക്കുന്നത്. സ്നാനപ്പെടുന്നതിനാൽ നമുക്ക് പാപമോചനം ഉണ്ടാകുന്നു എന്നൊക്കെ നമ്മെ വ്യക്തതയോടെ ഓർപ്പിക്കുവാനിടയാകുന്നു. അതിൻ്റെ അവസാന ഭാഗത്തേക്ക്, ആ അധ്യായത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് നാം വരുമ്പോൾ നമ്മെ പഠിപ്പിച്ച ഉപദേശ രൂപത്തെ നാം ഹൃദയപൂർവം സ്വീകരിച്ചതിനാൽ, അനുസരിച്ചതിനാൽ നമുക്ക് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ഉണ്ടായിട്ട് നാം നീതിക്ക് അഥവാ ദൈവത്തിന് ദാസന്മാരായി തീർന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിന് ദാസന്മാരായി തീർന്നിരിക്കുകയാൽ, അപ്പോൾ മാനസാന്തര സ്നാനത്തിലൂടെ നടത്തപ്പെട്ട് നാം പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചു കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നാം നമ്മെ തന്നെ വെളിപ്പെടുത്തുന്നത് എന്താണ്? നാം ദൈവത്തിന് ദാസരാണ് എന്ന് നമ്മെ തന്നെ വെളിപ്പെടുത്തുവാനിടയാകുന്നു. ആ ഒരു ചിന്ത നമ്മുടെ ജീവിതത്തിലുണ്ടോ ദൈവമക്കളെ? മറിയ ദൈവസന്നിധിയിൽ പറഞ്ഞ വാക്കെന്താണ്? ഇതാ കർത്താവിൻ്റെ ദാസി. അതേ കാഴ്ചപ്പാടോടെ അതേ ചിന്താഗതിയോടെ തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്ന ഒരു അനുഭവമാണ്. നാം മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് പാപമോചനം പ്രാപിച്ചു കഴിയുമ്പോൾ നമ്മെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിപ്പാൻ ഇടയാകണം. ഇതാ ദൈവമേ, അങ്ങയുടെ ദാസൻ, അങ്ങയുടെ ദാസി. ആ ഒരു സമർപ്പണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ക്രിസ്തു നമ്മിൽ ഉരുവാകുവാനിടയാകുള്ളൂ. ആ ക്രിസ്തു നമ്മിൽ ഉരുവാകുവാൻ തക്കവണ്ണം അടുത്തൊരു വാക്ക് താൻ പറയുന്നുണ്ടെന്താണ്? നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ. അതാണ് ശ്രദ്ധിക്കേണ്ട അടുത്ത വാക്ക്. ഞാൻ ആഗ്രഹിക്കുന്ന പോലെ, ഞാൻ ചിന്തിക്കുന്ന പോലെ, ഞാൻ താല്പര്യപ്പെടുന്ന പോലെ എന്നല്ല, പിന്നെയോ നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ. യേശു ലോകത്തിലേക്ക് വരുമ്പോൾ തിരുവെഴുത്തിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നതിന് ഏറ്റവണ്ണം, പിതാവേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ ലോകത്തിലേക്ക് വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ദൈവവചനപ്രകാരം താനായി തീരുവാൻ, ദൈവവചനത്തിൻ്റെ അവസ്ഥകൾക്ക് ഏറ്റവണ്ണം തൻ്റെ ജീവിതത്തിൽ സകലവും നിവർത്തിക്കുവാനായി ലോകത്തിലേക്ക് വന്നെങ്കിൽ നിന്റെ വാക്ക് പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറയുമ്പോൾ ദൈവവചനത്തിലൂടെ ദൈവം നമ്മെ നടത്തി തിരുവെഴുത്തുകളിൽ നമ്മെക്കുറിച്ച് കർത്താവ് എന്താഗ്രഹിക്കുന്നുവോ ആ അനുഭവത്തിലേക്ക് നമ്മെ കൊണ്ടുവരുവാൻ തക്കവണ്ണം ദൈവവചനപ്രകാരം ജീവിക്കുവാൻ നാം നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുത്തുകൊണ്ട് ഈ വചനം എന്നിൽ നിവർത്തിക്കപ്പെടട്ടെ എന്ന് പറഞ്ഞ് സമർപ്പിക്കുന്ന ഒരു സമർപ്പണ ജീവിതം നമുക്കുണ്ടാകണം. ശ്രദ്ധിക്കണം കേട്ടോ, വേറെ ചിന്തയിലേക്ക് പോകരുതേ. കർത്താവിൻ്റെ സന്നിധിയിൽ കർത്താവിൻ്റെ ദാസരായി കർത്താവിൻ്റെ വചനപ്രകാരം ജീവിക്കുക
ജീവിക്കുവാൻ, അഥവാ ഈ വചനം എന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ ദൈവ ഇഷ്ടപ്രകാരം ദൈവവചനപ്രകാരം ജീവിക്കുവാൻ നാം നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നവരായി തീരുവാനിടയാകണം. അങ്ങനെ സമർപ്പിക്കപ്പെട്ടതായ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ തിമോഥെയോസിന് എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായത്തിലാണോ നാം വായിക്കുന്ന ഒരു വാക്കുണ്ട്. എന്താണ്? എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാകയാൽ ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവർത്തികൾക്കും വക പ്രാപിച്ച് തികഞ്ഞവൻ ആകേണ്ടതിന് ഉപദേശത്തിന്, ശാസനത്തിന്, ഗുണീകരണത്തിന്, നീതിയിലെ അഭ്യസനത്തിന് പ്രയോജനമുള്ളതാകുന്നു എന്ന് പറയുന്നു. അപ്പോൾ അവിടെ നമുക്ക് ഉണരുവാനിടയാകുന്നത് സകല സൽപ്രവർത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന്. അവിടെ ദൈവവചനത്താൽ നമ്മിൽ ഒരു തികവ് ഉണ്ടാകും എന്ന് ഓർപ്പിക്കുവാനിടയാകുന്നു. മറിയ കർത്താവിന്റെ വചനപ്രകാരം എനിക്ക് ഭവിക്കട്ടെ എന്ന് പറയുമ്പോൾ സത്യത്തിൽ എന്താണ് അവൾ ഉദ്ദേശിച്ചത്? എന്തായിരിക്കും മറിയയുടെ മനസ്സിലുണ്ടായിരുന്നത്? അങ്ങ് പറഞ്ഞതുപോലെ ക്രിസ്തു എന്നിൽ ഉരുവാകട്ടെ, ക്രിസ്തു എന്നിൽ ജനിക്കുവാൻ തക്കവണ്ണം ഞാൻ ക്രിസ്തുവിനെ വഹിക്കുവാൻ, ക്രിസ്തുവിനെ പ്രാപിപ്പാൻ എനിക്കിടയാകട്ടെ, അഥവാ എന്നിൽ ക്രിസ്തു ഉരുവാകട്ടെ എന്ന് പറഞ്ഞ് തന്നെ തന്നെ അവളെ ഏൽപ്പിച്ചു കൊടുപ്പാൻ ഇടയാകുന്നു. അതേ അനുഭവമാണ് ദൈവമക്കളെ നമ്മിലും കർത്താവ് ആഗ്രഹിക്കുന്നത്. നാം മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവമക്കളായി തീർന്നു കഴിയുമ്പോൾ പരിശുദ്ധാത്മാവിനാൽ ക്രിസ്തു നമ്മിൽ ഉരുവാകുവാൻ ഇടയായിട്ട് നാം ആ ഉരുവാകുന്ന ക്രിസ്തു നമ്മിൽ വളർന്ന് അതിൻ്റെ പൂർണ്ണത പ്രാപിപ്പാൻ, തികവ് പ്രാപിപ്പാൻ, അഥവാ ക്രിസ്തുവിനോട് അനുരൂപരായി തീർന്ന ഒരു അകത്ത മനുഷ്യൻ കർത്താവിന്റെ വരവിൽ എടുത്തുകൊള്ളപ്പെടുവാൻ തക്കവണ്ണം നമുക്കിടയാകേണ്ടതിന് ഈ വചനം നമ്മിൽ നിറവേറട്ടെന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് കൊടുക്കപ്പെടുന്നതായ ദൈവത്തിന്റെ വചനങ്ങൾ, അഥവാ നമുക്ക് ലഭിക്കുന്നതായ ഉപദേശങ്ങളും പ്രബോധനങ്ങളും ഒക്കെ നമ്മെ ക്രിസ്തുവിൽ തികഞ്ഞവരാക്കി തീർക്കുവാൻ ഇടയാകുന്നു. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിന്റെ 28-ാം വാക്യം നാം വായിക്കുമ്പോൾ ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന് ഏതു മനുഷ്യനെയും പ്രബോധിപ്പിക്കുകയും ഏതു മനുഷ്യനോടും സകല ജ്ഞാനത്തോടും കൂടെ ഉപദേശിക്കുകയും ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ ദൈവമക്കളെ, ദൈവം നമുക്ക് നൽകുന്ന വചനങ്ങൾ അഥവാ ഉപദേശങ്ങൾ, പ്രബോധനങ്ങളൊക്കെ നമുക്ക് എന്തിനായി കൊടുക്കപ്പെടുന്നതാണ്? ക്രിസ്തു നമ്മിൽ വളർന്ന് ക്രിസ്തുവിൻ്റെ ഒരു തികവ്, ക്രിസ്തുവിൻ്റെ ഒരു പൂർണ്ണത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതിനായിട്ടാണ്. ക്രിസ്തു നമ്മിൽ ഉരുവായത് കൊണ്ടായില്ല. അതിൻ്റെ സമയം വരുമ്പോൾ ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ 10 മാസം ചുമന്ന് പ്രസവിച്ച് അത് ഒരു മനുഷ്യക്കുഞ്ഞായി ജനിപ്പാൻ ഇടയാകുന്നത് പോലെ, അഥവാ അമ്മയുടെ ഉദരത്തിൽ ആ കുഞ്ഞ് വളരുവാൻ ഇടയാകുന്നത് പോലെ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ അഭിഷേകത്താൽ നമ്മിൽ ഉരുവാകുന്ന ക്രിസ്തു വളരുവാനിടയാകണം. വളർന്നൊരു തികവ്, പൂർണ്ണത പ്രാപിപ്പാൻ ഇടയാകണം. അതാണ് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. ആ ഒരു അനുഭവത്തിലേക്ക് നാം വരുന്ന അവസ്ഥയാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സുവിശേഷത്തിലെ വിശ്വാസം എന്ന് പറയുന്നത്. അഥവാ സുവിശേഷത്തിൽ വിശ്വസിക്കുന്നവരായി നാം തീരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ കാലിയായിരുന്ന അഥവാ ഒന്നുമില്ലായിരുന്ന ജീവിതാവസ്ഥയിൽ ക്രിസ്തു നമ്മിൽ ഉരുവായിട്ട് ദാവീദിന്റെ സന്തതിയായി ജനിച്ചു മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശു വിശ്വസിക്കുക, അതാകുന്നതിന് സുവിശേഷം എന്ന് പറയുന്നത് പോലെ നമ്മിൽ ദൈവിക അനുഭവങ്ങളുടെ ആരംഭമായി ക്രിസ്തു നമ്മിൽ ഉരുവാക്കപ്പെട്ട ശേഷം ആ കുഞ്ഞ്, നമ്മുടെ അകത്തുള്ള മനുഷ്യൻ അഥവാ നമ്മിലെ ഉരുവായ ക്രിസ്തു എന്ത് ചെയ്യേണ്ടിയിരിക്കുന്നു? വലിയൊരു വളർച്ച പ്രാപിച്ച് വളരുവാൻ ഇടയാകണം. യേശുവിൻ്റെ ജീവിതത്തിൽ 4 വാക്കുകളിൽ പറഞ്ഞു നിർത്തിയതാണ് ആരംഭം. എന്താണ്? ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശുവിൽ വിശ്വസിക്കുക. ഈ 4 വാക്കിൽ ഒതുങ്ങുമായിരുന്നു ആരംഭ സുവിശേഷം. ആരുടെ കാലത്ത്? അപ്പോസ്തലനായ പൗലോസിന്റെ കാലത്ത്. അതിനു മുമ്പ് നാം കണ്ടു യേശുവിന്റെ കാലത്ത് ആ സുവിശേഷം എന്ന് പറയുന്നത് വെറും ബ്ലാങ്ക് ആയിരുന്നു, ഒരു കവർ മാത്രമായിരുന്നു. അതിലേക്ക് കടന്നു വന്നത് ഈ 4 വാക്കുകളിൽ ഒതുങ്ങുന്ന യേശുവാണ്. ഇന്ന് നമ്മുടെയും ക്രിസ്തു ജീവിതത്തിൽ അതാണ് ദൈവമക്കളെ, നാം ആകുന്ന നമ്മുടെ ആത്മീയ ജീവിതമാകുന്ന ആ ഉദരത്തിലേക്ക് യേശു പരിശുദ്ധാത്മാവിനാൽ ഉരുവായി കഴിഞ്ഞപ്പോൾ നമുക്കറിയാം, ഒരു മാംസപിണ്ഡം മാത്രമായി കാണപ്പെടുന്ന ആ ഗർഭസ്ഥ ശിശുവിന്റെ അനുഭവത്തിലാണ് നാം ക്രിസ്തീയ ജീവിതത്തിന്റെ അനുഭവങ്ങളിലൂടെ മുൻപോട്ട് പോകുവാൻ ഇടയാകുന്നത്. എന്നാൽ നമ്മുടെ ജീവിതത്തിന്റെ അവസാനം വരുമ്പോൾ അത് എന്തായി മാറണം? യേശുവിൻ്റെ ജനനത്തിനായി
അറിയിക്കപ്പെട്ടതായ മംഗളവാർത്തയുടെ അനുഭവം മുതൽ, അല്ലെങ്കിൽ സക്കറിയ പ്രവാചകന് ദർശനം കൊടുത്ത് തനിക്ക് മുന്നോടിയായി ഒരുക്കുന്ന സ്നാപക യോഹന്നാന്റെ ജനനത്തെക്കുറിച്ച് അറിയിച്ച അനുഭവം മുതൽ തുടങ്ങി യേശുക്രിസ്തു മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത അനുഭവം വരെയുള്ള ആ സംഭവ ബഹുലമായ ഒരു അനുഭവത്തിലേക്ക് എന്തു വരണം? ഈ സുവിശേഷം വരണം, അഥവാ നമ്മുടെ ആത്മീക ജീവിതം വരുവാനിടയാകണം. ഇന്ന് ആ ഒരു വളർച്ച നാം ആഗ്രഹിച്ച് ആ ഒരു വളർച്ചയ്ക്ക് വേണ്ടി നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുന്നുണ്ടോ? ഒന്നാമത് നാം ചിന്തിക്കേണ്ടത് ക്രിസ്തു നമ്മിൽ ഉരുവായിട്ടുണ്ടോ എന്നുള്ളതാണ്. പരിശുദ്ധാത്മാഭിഷേകം വിമുഖരായി, ആത്മാവിൻ്റെ ശക്തി കിടം കൊടുക്കാത്തവരായി, ആത്മാവ് നമ്മുടെ മേൽ വരുവാൻ അനുവദിക്കാതെ, ആത്മാവിൻ്റെ ശക്തി നമ്മിൽ വ്യാപരിപ്പാൻ അനുവദിക്കാതെ ജീവിക്കുന്ന ജീവിതങ്ങളിൽ ഒരിക്കലും ക്രിസ്തു ഉരുവാകിട്ടില്ല, ഉരുവാകത്തില്ല എന്നുള്ളതാണ് സത്യം. പരിശുദ്ധാത്മാവിനാലാണ് ക്രിസ്തു നമ്മിൽ ഉരുവാകുന്നതെങ്കിൽ ആ ഒരു അഭിഷേകത്തിൻ്റെ അനുഭവത്തിൽ ജീവിക്കുമ്പോഴാണ് നാം ക്രിസ്തു എന്ന അനുഭവത്തെ നമ്മുടെ ഉള്ളിൽ പ്രാപിപ്പാനിടയാകുന്നത്. ആ അകത്ത മനുഷ്യൻ നാൾക്കുനാൾ പുതുക്കം പ്രാപിച്ചുകൊണ്ട് ദൈവികമായ വളർച്ചയിലേക്ക് നടത്തപ്പെട്ട് യേശുവിൻ്റെ ജീവിതത്തിൻ്റെ വിശകലനം വിശുദ്ധമായി നമുക്ക് കൊടുക്കപ്പെട്ട സുവിശേഷം നാം അവസാനത്തിൽ പ്രാപിക്കുന്നത് പോലെ, അതും ഒരാളല്ല എഴുതിയത്. എത്ര പേരെഴുതി? 4 പേരെഴുതുവാനിടയായി. ആ 4 പേരിലൂടെ 4 വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളിൽ, വ്യത്യസ്തമായ വീക്ഷണങ്ങളിൽ നമുക്ക് കൊടുക്കപ്പെട്ടതായ, നമുക്ക് ലഭിച്ചതായ സുവിശേഷം പോലെ വിശേഷപ്പെട്ടതായ, വിപുലീകരിക്കപ്പെട്ടതായ അതിശ്രേഷ്ഠമായ ഒരു ആത്മീക ജീവിതം നമ്മിൽ ഉരുവായെങ്കിൽ മാത്രമേ ദൈവമക്കളെ നാം ക്രിസ്തുവിനോട് അനുരൂപരായി തീരുവാൻ നമുക്ക് ഇടയാകത്തുള്ളൂ എന്നുള്ളത് ഒന്ന് ഹൃദയപൂർവ്വം വിശ്വസിച്ച് ഏറ്റെടുക്കുവാൻ നമുക്കിടയാകുമോ? എത്രത്തോളം അത് ഗ്രഹിപ്പാൻ കഴിയുമെന്ന് എനിക്ക് ബോധ്യതയില്ലാത്തത് കൊണ്ട് വീണ്ടും പറയുകയാണ്, ക്രിസ്തീയ ജീവിതത്തിലേക്ക് നാം വരുമ്പോൾ നാം വെറും എംപ്റ്റിയാണ്. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുമ്പോൾ 4 വാക്കുകളിൽ ഒതുങ്ങുന്ന ക്രിസ്തുവിൻ്റെ ജീവിതം പോലെ നമ്മിൽ ക്രിസ്തു ഉരുവാകുവാനിടയാകുന്നു. എന്നാൽ 4 സുവിശേഷങ്ങളിൽ പരാമർശിക്കപ്പെടത്തക്കവണ്ണമുള്ള അതിവിശാലമായ ഒരു ജീവിതാനുഭവത്തിലേക്ക് ക്രിസ്തു വന്ന അനുഭവം നമുക്ക് പിൽക്കാലത്ത് ലഭിച്ചതുപോലെ നമ്മുടെ ആത്മീക ജീവിതത്തിൽ ക്രിസ്തുവിൻ്റെ വിശേഷതകൾ നിറഞ്ഞ വിശേഷമായ ഒരു ആത്മീക ജീവിതത്തിൻ്റെ ശ്രേഷ്ഠതയിലേക്ക് വന്നു ചേരുവാൻ നമുക്കിടയാകണം. എങ്കിൽ മാത്രമേ നാം ക്രിസ്തുവിനോട് അനുരൂപരെന്ന് പറയുവാൻ, അഥവാ ക്രിസ്തു ദൈവപുത്രൻ എന്ന് ശക്തിയോടെ നിർണയിക്കപ്പെട്ട അതേ അനുഭവത്തിലേക്ക് നമുക്കും വരുവാൻ ഇടയാകത്തുള്ളൂ. റോമാലേഖനം 1-ാം അധ്യായത്തിൽ നാം കണ്ടതെന്താണ്? യേശു മരിച്ച് ഉയർത്തെഴുന്നേറ്റപ്പോൾ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധമായി കർത്താവ് ദൈവപുത്രൻ എന്ന് ശക്തിയോടെ നിർണയിക്കപ്പെടുവാൻ ഇടയായി എന്നാണ് ആ റോമാലേഖനത്തിൽ തന്നെ നാം ശ്രദ്ധിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് അവിടെ വ്യക്തമായി പറയുന്നുണ്ടെന്താണ്? നാമും ഉയർത്തെഴുന്നേറ്റ് ദൈവപുത്രരായി തീരുവാൻ ഇടയാകണമെന്ന്. ഈ പ്രകൃതി ഇന്ന് ആവലോടെ കാത്തിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ദൈവപുത്രന്മാരുടെ തേജസ്സിൻ്റെ പ്രത്യക്ഷതയ്ക്കായിട്ടാണ് കാത്തിരിക്കുന്നതെന്ന് റോമാലേഖനത്തിൽ നമുക്ക് വായിപ്പാനിടയാകുന്നു. റോമാലേഖനം 8-ാം അധ്യായം 23-ാം വാക്യം. സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നെന്നാണ്. ആരുടെ വെളിപ്പാടിനെയാണ്? ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ കാത്തിരിക്കുന്നു. പ്രകൃതി മുഴുവൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, എപ്പോഴാണ് ദൈവപുത്രന്മാർ വെളിപ്പെടുവാനിടയാകുന്നത്? ക്രിസ്തുവും ഉയർത്തെഴുന്നേറ്റപ്പോൾ വെളിപ്പെട്ടത് ആരായിട്ടാണ്? ദൈവപുത്രനായി വെളിപ്പെടുന്നത്. ദൈവപുത്രൻ എന്ന് ശക്തിയോടെ നിർണയിക്കപ്പെടുവാനിടയാകുന്നു. അതേ അനുഭവം ഉണ്ടാകേണ്ടതിന്, വീണ്ടും ദൈവപുത്രന്മാർ വെളിപ്പെടേണ്ടതിന് പ്രകൃതി സൃഷ്ടി മുഴുവൻ കാത്തിരിക്കുമ്പോൾ ദൈവമക്കളായ നമ്മുടെ ജീവിതത്തിന്റെ അനുഭവം എന്താണ്? ആത്മാവെന്ന ആദ്യ ദാനം ലഭിച്ചിരിക്കുന്ന നാമും ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിനെ കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുവാനിടയാകുന്നു. ആത്മാവാകുന്ന ആദ്യദാനം ലഭിച്ചവർ, ആ പരിശുദ്ധാത്മാവ് ശക്തിയോടെ നമ്മുടെ മേൽ വരുമ്പോൾ, ദൈവശക്തി നമ്മുടെ മേൽ നിഴലിടുമ്പോൾ നമ്മിൽ ഉരുവാകുന്ന ക്രിസ്തു എന്ന അനുഭവം ഇപ്പോൾ എങ്ങനെ വെളിപ്പെടണമെന്നാണ്? ദൈവപുത്രനായി വെളിപ്പെടുവാൻ ഇടയാകണം. അതിന് നാം പ്രാപിക്കുന്ന അനുഭവമാണെന്ത്? ശരീര
രൂപാന്തരം, ശരീരം രൂപാന്തരപ്പെടുമ്പോൾ നമുക്കുണ്ടാകുന്ന അനുഭവം നാം ദൈവപുത്രനെന്ന് ശക്തിയോടെ നിർണയിക്കപ്പെടുവാനിടയാകും. അഥവാ ദൈവപുത്രരായി നാം നിത്യതയിൽ വെളിപ്പെടുവാനിടയാകും. മരിച്ചവരുടെ പുനരുത്ഥാനത്തെ കുറിച്ച് യേശു പറയുന്നൊരു വാക്ക് നാം ശ്രദ്ധിച്ചാൽ, അവർ പുനരുത്ഥാനത്തിൽ ദൈവദൂത തുല്യരും ദൈവപുത്രന്മാരുമത്രേ എന്ന് പറയുന്നുണ്ട്. ദൈവപുത്രന്മാർ. ലൂക്കോസ് 20:36. ദൈവദൂത തുല്യരും ദൈവപുത്രന്മാരുമാകും. ശ്രദ്ധിക്കണം ദൈവമക്കളെ, പുനരുത്ഥാനം പ്രാപിക്കുന്ന ഒരു വിശ്വാസിയുടെ അനുഭവം നിത്യതയിൽ പരാമർശിക്കപ്പെടുന്ന പേരെന്താണ്? ദൈവദൂത തുല്യരും ദൈവപുത്രന്മാരുമത്രേ. ക്ഷമിക്കണം കേട്ടോ, അവിടെ പുത്രിമാരില്ല കേട്ടോ. അവിടെ പുത്രിമാരില്ല എന്നുള്ളത് വ്യക്തതയോടൊന്ന് ഉണരണേ. ക്രിസ്തുവിൽ ആണെന്നുമില്ല പെണ്ണെന്നുമില്ല, എല്ലാവരും ഒന്നത്രയെന്നാണ്. ദൈവ സൃഷ്ടിയിൽ ആദാമേ ഉള്ളൂ, അവ്വ ഇല്ല. പിന്നീടാണ് ആര് വന്നത്? അവ്വ വരുവാനിടയായത്. തക്ക തുണയാകേണ്ടതിനായി വന്ന് ചേർന്ന ഒരനുഭവമാണേത്? അവ്വ എന്ന് പറയുന്ന അനുഭവം. അതുകൊണ്ട് തന്നെ ഇവിടെ നാം വായിക്കുമ്പോൾ ദൈവപുത്രിമാരെന്ന് പറയപ്പെടുന്നില്ല. ഉയർത്തെഴുന്നേൽക്കുന്ന എല്ലാവരും ആരാണ്? ദൈവപുത്രന്മാരാണ്. അതുകൊണ്ട് സഹോദരിമാരായാലും കൊള്ള, സഹോദരന്മാരായാലും കൊള്ള, നാം എല്ലാവരും പുനരുത്ഥാനത്തിൽ വെളിപ്പെടുന്നത് ദൈവദൂത തുല്യരായി ദൈവപുത്രരായി വെളിപ്പെടുവാൻ നമുക്കിടയാകുമെന്നുള്ളതാണ്. ആകയാൽ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തു നമ്മിൽ ഉരുവായതുകൊണ്ട് മാത്രമായില്ല. എന്തു വേണം? ക്രിസ്തു നമ്മിൽ വളരുവാനിടയാകണം. അല്ലെങ്കിൽ നാം നമ്മുടെ ആത്മീക ജീവിതത്തിൽ ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാനിടയാകണം. എഫെസ്യലേഖനത്തിൽ നാം വായിക്കുമ്പോൾ സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട്, എഫെസ്യലേഖനം 4:15, സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാനിടയാകണം. അങ്ങനെ ദൈവികമായ ഒരു വളർച്ച നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അതിനെന്തു വേണം? സ്നേഹത്തിൽ സത്യം സംസാരിക്കണം. സത്യം എന്നാൽ എന്താണ്? ദൈവത്തിൻ്റെ വചനമാണ് സത്യം, അഥവാ ക്രിസ്തുവാണ് സത്യം. ക്രിസ്തുവാണ് സത്യം, അഥവാ ക്രിസ്തുവിൻ്റെ വചനമാണ് സത്യം. യേശു കൃപയും സത്യവും നിറഞ്ഞവനായി ലോകത്തിലേക്ക് വന്നെന്ന് തിരുവെഴുത്ത് പറയുന്നു. ഞാൻ സത്യമാണെന്നും സത്യത്തിന് സാക്ഷി നിൽക്കുവാനും വന്നവനാണെന്ന് യേശു പറയുന്നു. ആ കൃപയും സത്യവും നിറഞ്ഞവനായ യേശു നമ്മുടെ ഇടയിൽ മനുഷ്യനായി അവതരിച്ചത് ദൈവത്തിൻ്റെ വചനം ജഡമായി തീർന്ന അനുഭവമാണെന്ന് നാം അറിയുന്നു. ആകയാൽ വചനമാണ് ക്രിസ്തു, ക്രിസ്തുവാണ് വചനം. നാം ക്രിസ്തുവിനെ പോലെ ആയി തീരുവാൻ ഈ വചനമാണ് നമ്മെ സഹായിപ്പാനിടയാകുന്നത്. ആകയാൽ ദൈവവചനങ്ങളെ കേട്ടുകൊണ്ട്, ദൈവവചനങ്ങളെ പ്രാപിച്ചുകൊണ്ട്, ആ ദൈവവചനപ്രകാരം നമ്മുടെ ജീവിതത്തെ നാം ഒന്ന് ക്രമീകരിച്ച്, ഈ വചനം എന്നിൽ നിവർത്തിക്കപ്പെടട്ടെ എന്ന് മറിയ ഏൽപ്പിച്ചു കൊടുത്തതുപോലെ ദൈവത്തിൻ്റെ ദാസരായി ദൈവവചനം അനുസരിച്ച് ജീവിക്കുന്നതിനായി തങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ഈ ദൈവവചനം നമ്മിൽ നിവർത്തിക്കപ്പെടുമ്പോഴാണ് നാം ആരായിത്തീരുന്നത്? ദൈവപുത്രരായി തീരുവാനിടയാകുന്നത്. ക്രിസ്തുവിൻ്റെ സമ്പൂർണതയായ പ്രായത്തിൻ്റെ അളവ് പ്രാപിപ്പാൻ നമുക്കിടയാകുന്നത്. എത്ര പേർ അത് ആഗ്രഹിക്കുന്നുണ്ട്? ഈ നാളുകളിൽ നമ്മുടെ ജീവിതത്തിൽ ആ ഒരു അനുഭവത്തെ നാം ആഗ്രഹിക്കുന്നുണ്ടോ? നമ്മുടെ ഓർപ്പിക്കേണ്ട സഹോദരങ്ങളെ, വെറും 4 വാക്കിൽ ഒതുങ്ങിയ യേശുവിൻ്റെ ജീവചരിത്രം. ദാവീദിന്റെ സന്തതിയായി ജനിച്ച്, മരിച്ച്, അടക്കപ്പെട്ട്, ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുയേശുവിൽ വിശ്വസിക്കുക, അതാകുന്നു എൻ്റെ സുവിശേഷം എന്ന് പറഞ്ഞ് 4 വാക്കുകളിൽ ഒതുക്കിയതായ യേശുവിൻ്റെ ജീവചരിത്രം പിൽക്കാലത്ത് 4 സുവിശേഷങ്ങളിൽ കൊടുക്കപ്പെടത്തക്കവണ്ണം 4 വ്യക്തികൾ 4 നിലയിൽ, വ്യത്യസ്തമായ നിലയിൽ എഴുതി 4 സുവിശേഷങ്ങളായി നമുക്ക് കൊടുക്കപ്പെടത്തക്കവണ്ണം അതിവിശാലമായ, അതിശ്രേഷ്ഠമേറിയ, അതിമഹത്തായ ഒരു വിപുലമായ വലിയൊരു അനുഭവമായി നമ്മുടെ മുൻപിൽ ആ സുവിശേഷം വെളിപ്പെടുന്നെങ്കിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം എങ്ങനെയാകണം? നാം പ്രാപിച്ച അല്പമായ അനുഭവത്തിൽ ഒതുങ്ങി നിന്നാൽ മതിയോ? ഒരമ്മയുടെ ഉദരത്തിൽ ഒരു ശിശു ഉരുവാകുമ്പോൾ വെറും ഒരു മാംസപിണ്ഡം മാത്രമായി കാണപ്പെടുന്ന ആ ക്രിസ്തീയ ജീവിത ആരംഭം മതിയോ നമുക്ക്? അതോ നമ്മിൽ ക്രിസ്തു വളരുവാനിടയാകണമോ? നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ ശ്രേഷ്ഠതയിലേക്ക് നാം പടിപടിയായി വളരുന്നവരായി തീരുവാൻ ആഗ്രഹിക്കുന്നുണ്ടോ? നമ്മിലൊരു വ്യത്യാസം വരണ്ടേ?
ആ മാംസപിണ്ഡം അത് ശരിയായ ഒരു മനുഷ്യ കുഞ്ഞായി മാറത്തക്കവണ്ണം എല്ലാ അവയവങ്ങളും ഉള്ള എല്ലാ നിലയിലും അത് നന്നായി പ്രവർത്തിക്കുന്ന യാതൊരു ഊനവുമില്ലാത്ത ഒരു അനുഗ്രഹിക്കപ്പെട്ട നല്ലൊരു കുഞ്ഞായി ആ കുഞ്ഞ് മാറണമെങ്കിൽ, അതിൻ്റെ അനുഭവം ഉണ്ടാകണമെങ്കിൽ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നാം വ്യക്തതയോടെ ഉണരുവാനിടയാകണം. മറിയ പറഞ്ഞൊരു വാക്കാണ് അതിന് നിദാനമായി അടിസ്ഥാനമായിരിക്കുന്നത്. ഇതാ കർത്താവിൻ്റെ ദാസി, അവിടുന്ന് പറഞ്ഞതുപോലെ അങ്ങയുടെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറയുമ്പോൾ, എന്നെ അത് നിറവേറട്ടെന്ന് പറയുമ്പോൾ, ദൈവത്തിൻ്റെ വചനത്തെ ഹൃദയപൂർവ്വം അനുസരിക്കുവാൻ, ദൈവത്തിൻ്റെ വാക്കിൻ പ്രകാരം തന്നെയായി തീരുവാൻ, തന്നെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ മറിയയ്ക്ക് മനസ്സുണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം. ഇന്ന് നാം എന്താണ് ആഗ്രഹിക്കുന്നത്? ദൈവവചന പ്രകാരം ജീവിച്ച് ശ്രേഷ്ഠത പ്രാപിപ്പാൻ ആഗ്രഹിക്കുകയാണോ? നമുക്ക് ബോധിച്ച വണ്ണം ജീവിച്ച് നമ്മുടെ ചിന്തയിൽ തോന്നുന്നത് പോലെ നമ്മിൽ ഉരുവാകുന്ന ഈ ദൈവഭക്തനായ ദാവീദിനെ പോലും പിശാച് തോന്നിച്ചിട്ട് ദൈവത്തിൻ്റെ ശിക്ഷയ്ക്ക് പാത്രീഭൂതനാകത്തക്കവണ്ണമായ ക്രമക്കേട് ചെയ്യുവാൻ, നിയമലംഘനം ചെയ്യുവാൻ ഇടയായ അനുഭവത്തെ ഉണരുമ്പോൾ, ഇന്ന് ശത്രുവായവൻ നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം വ്യർത്ഥചിന്തകളിട്ട്, എന്തെല്ലാം അന്യചിന്തകളിട്ട്, വ്യർത്ഥമായ മോഹങ്ങളിട്ട്, വ്യർത്ഥമായ ആഗ്രഹങ്ങളിട്ട് അന്യമായതിലേക്ക് നമ്മെ നടത്തുമ്പോൾ, ദൈവവിധത്തിലെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്താണ് ചിന്തയുണ്ടാകേണ്ടത്? നമ്മുടെ ഹൃദയത്തിൽ എന്താണ് ആഗ്രഹം ഉണ്ടാകേണ്ടത്? ഈ ദൈവവചനപ്രകാരം ജീവിപ്പാൻ, ഈ വചനപ്രകാരം തന്നെ നടക്കുവാൻ വിളിക്കപ്പെട്ടവനാണ്. അഥവാ ഞാൻ അതിനായി സമർപ്പിക്കപ്പെട്ടവനാണ്. ഞാൻ എൻ്റെ കർത്താവിൻ്റെ ദാസനാണ്, എൻ്റെ കർത്താവിൻ്റെ ദാസിയാണ്. ആകയാൽ ആ വചനപ്രകാരം ജീവിപ്പാൻ കർത്താവേ എനിക്കിടയാക്കണമേ എന്ന് പറഞ്ഞ് അതിനായി നാം ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുമോ? ഓരോ നാളും ദൈവത്തിൻ്റെ വചനത്തിന് പ്രാധാന്യം കൊടുത്ത് ജീവിക്കുവാൻ മനസ്സ് വയ്ക്കുമോ? യേശു നമ്മോട് വ്യക്തമായി പറയുന്നൊരു വാക്കുണ്ട്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു എന്നാണ്. ഒരു വചനം കൊണ്ടല്ല ദൈവമക്കളെ, ഒരു വാക്ക് കൊണ്ടല്ല സഹോദരങ്ങളെ, ഒരു കണ്ണിക കൊണ്ടല്ല, ഒരു കാര്യം കൊണ്ടല്ല, പിന്നെയോ ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടും ജീവിപ്പാൻ ഇടയാകണം. അങ്ങനെ ജീവിക്കുന്ന ഒരു ആത്മീയ ജീവിതം നമുക്കുണ്ടെങ്കിൽ മാത്രമേ ക്രിസ്തു നമ്മിൽ വളരുവാനിടയാകത്തുള്ളൂ. ക്രിസ്തു നമ്മിൽ വളരണമെങ്കിൽ ഈ ദൈവവചനത്തിന് ജീവിതത്തിൽ പ്രാധാന്യം കൊടുത്തേ മതിയാകൂ. ദൈവവചനത്തിന് പ്രാധാന്യം കൊടുക്കാതെ ജീവിക്കുന്ന ഒരു ജീവിതമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിൽ ഉരുവാക്കപ്പെടുന്ന ശിശു ഒരുപക്ഷെ ചാപ്പിള്ളയായിട്ടായിരിക്കും ജനിപ്പാനിടയാകും. അതിൻ്റെ അർത്ഥം എന്ന് ചോദിച്ചാൽ നരകത്തിൽ പോകത്തില്ല, പുതിയ ഭൂമിയിൽ അവകാശം കിട്ടും. പക്ഷേ പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരത്തിൽ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടുന്ന ഒരനുഭവം നമുക്ക് ഉണ്ടാകത്തില്ല എന്നുള്ളതാണ് സത്യം. അത് മതിയെങ്കിൽ അങ്ങനെ ജീവിക്കാൻ ദൈവമക്കളെ. പക്ഷേ അതിലപ്പുറമായ ഒരു ആത്മീക ജീവിതത്തിൻ്റെ ശ്രേഷ്ഠത കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ടെങ്കിൽ, ഈ ദൈവത്തിൻ്റെ വചനം നമ്മുടെ കയ്യിൽ കർത്താവ് തന്നിട്ടുണ്ടെങ്കിൽ, ഇത് കേൾക്കുവാനും അറിയുവാനും ഇത് ഗ്രഹിച്ചുണരുവാനും ദൈവം നമുക്ക് കൃപ തന്നിട്ടുണ്ടെങ്കിൽ, എൻ്റെ സഹോദരങ്ങളെ, ദയവ് ചെയ്ത് ഇതിനെ നിഷ്ഫലമാക്കി തള്ളിക്കളയരുത്, ഇതിനെ വ്യർത്ഥമാക്കി തള്ളിക്കളയരുത്. ഈ വചനപ്രകാരം ഒന്ന് ജീവിക്കുവാനൊന്ന് മനസ്സ് വെക്കുമെങ്കിൽ, ഈ വചനത്തിന് ഏറ്റവണ്ണം ജീവിക്കണമെന്നൊരു ആർത്തി നമ്മിൽ ഉണ്ടാകുമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ശ്രേഷ്ഠത പ്രാപിപ്പാനിടയാകും. നമുക്കറിയാം, ഒരു കുഞ്ഞ് അത് ജനിച്ച ശേഷം നാം കുഞ്ഞ് ശ്രദ്ധിച്ചാൽ അത് എങ്ങനെയായിരിക്കും വളരുക? അമ്മയുടെ ഉദരത്തിൽ എന്ന് പറയുമ്പോൾ നമുക്കത് എല്ലാവർക്കും വ്യക്തമായി ഗ്രഹിച്ചുണരുവാൻ കഴിയുമോ അറിഞ്ഞുകൂടാ. ഒരു കുഞ്ഞ് ജനിച്ച ശേഷമായിട്ട് ആ കുഞ്ഞിനൊരു ശാരീരിക വളർച്ച ഉണ്ടാകണമെങ്കിൽ എന്തു വേണം? സമയാസമയങ്ങളിൽ കൃത്യമായി അതിന് ആഹാരം വേണം. ആഹാരമില്ലാത്തൊരു കുഞ്ഞാണെങ്കിൽ, ഞാൻ പഴഞ്ചൊല്ല് കേട്ടിട്ടുണ്ട്, ഊട്ടിലറിയാം വീട്ടിലെ പഞ്ഞമെന്ന്. ഉണ്ണിയെ കണ്ടാലും അറിയാം ഇല്ലേ? ഉണ്ണിയെ കണ്ടാൽ അറിയാം ഊരിലെ പഞ്ഞം അല്ലേ? വീട്ടിലറിയാം വീട്ടിൽ, അതായത് കഴിക്കാൻ കൊടുക്കുന്ന അനുഭവം കാണുമ്പോഴറിയാം വീട്ടിൽ പഞ്ഞമുണ്ടോ എന്നുള്ളതെന്ന്. സമൃദ്ധി ഉണ്ടെങ്കിൽ എന്തായിരിക്കും? ഇഷ്ടം പോലെ കൊടുക്കും അല്ലേ? ഇല്ലെങ്കിലോ സമയത്ത് പാല് പോലും ചിലപ്പോ കിട്ടിയെന്ന് വരത്തില്ല. നമ്മുടെ ജീവിതം അങ്ങനെ, നമ്മുടെ ഒരു പഞ്ഞമായിട്ട് നാം ദാരിദ്ര്യത്തിൽ ജീവിക്കുന്നവരാണോ? അതോ നമുക്ക് ആ ദൈവം സമൃദ്ധിയായ ആഹാരം തരുന്നുണ്ടോ? ശരിക്കുമായി നമുക്കൊരു നന്മയ്ക്കും കുറവില്ല കേട്ടോ, ഇഷ്ടം പോലെയുണ്ട്. അത് കൂടിയതാണ് ഇപ്പോൾ നമുക്ക് കുഴപ്പമായി തീർന്നതെന്നുള്ളതാ സത്യം. പണം വർദ്ധിച്ചതാണ്, സൗകര്യങ്ങൾ വർദ്ധിച്ചതാണ് ഇല്ലേ? മുമ്പ് 4 ബസ് കയറി ആയാലും എന്ത് ചെയ്യും? സമയത്ത് പ്രാർത്ഥനയ്ക്ക് വരും. മുറ്റത്ത് കാറ് കിടപ്പുണ്ടെങ്കിലും ഡ്രൈവർ ഇല്ലെന്ന് പറഞ്ഞ് വീട്ടിലിരിക്കും.
സൗകര്യങ്ങൾ വർദ്ധിക്കുമ്പോൾ നമ്മുടെ ആത്മീക ജീവിതത്തിൽ നാം പുറകോട്ട് പോകുന്ന അനുഭവത്തിലേക്കാണ് നാം നടത്തപ്പെടുന്നത്. ദൈവത്തിൻ്റെ വചനത്തിൽ വ്യക്തമായി പറയുന്ന ഒരു കാര്യമുണ്ട് സഹോദരങ്ങളെ, അന്ത്യകാലത്ത് വെളിപ്പെടുവാൻ ഇടയാകുന്ന ഒരനുഭവം എന്താണ്? അപ്പത്തിനായുള്ള വിശപ്പല്ല, വെള്ളത്തിനായുള്ള ദാഹവുമല്ല, യഹോവയുടെ വചനങ്ങളെ കേൾക്കേണ്ടതിനായുള്ള വിശപ്പ് തന്നെ ഞാൻ അയക്കുന്ന കാലം വരുന്നു എന്ന്. ദൈവമക്കളെ, ഭാവിയിൽ നമുക്കത് പ്രതീക്ഷിക്കാം. നാം ദൈവത്തിൻ്റെ വചനത്തിന് ആർത്തിയുള്ളവരായി തീരുവാനിടയാകും. എത്രയോ രാജ്യങ്ങളിലാണ് ക്രിസ്തീയതയ്ക്ക് പ്രതികൂലത വർദ്ധിച്ചു വരുന്ന ഒരു കാലം. നമ്മുടെ വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ നമുക്കറിയാം, സ്വാതന്ത്ര്യത്തോടൊന്ന് ദൈവത്തെ വിളിച്ച് ആരാധിക്കുവാനോ ദൈവവചനം കേൾക്കുവാനോ സ്വാതന്ത്ര്യമില്ലാത്ത, കഴിവില്ലാത്ത ഒരു കാലഘട്ടത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ആരാധനാലയങ്ങളിൽ, സമുദായങ്ങളുടെ ആരാധനാലയങ്ങളിൽ പോലും കയറി ആരാധനയെ മുടക്കുന്ന, ആലയങ്ങൾ അടിച്ച് തകർക്കുന്ന, ആലയങ്ങൾ പൂട്ടുവാൻ ഉത്സാഹിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് നാം വന്നിരിക്കുന്നത്. നമ്മുടെ കേരളത്തിലേക്കും അത് വളരെ വേഗം വന്നുകൊണ്ടിരിക്കുകയാണ്, വളരെ വേഗം. എത്രയോ സ്ഥലങ്ങളിലാണ് ശബ്ദ മലിനീകരണം എന്ന് പറഞ്ഞുകൊണ്ട് ആരാധനാലയങ്ങളെ പൂട്ടുവാൻ ഉത്സാഹിക്കുന്ന, പ്രതികൂലത ശക്തമായി വെളിപ്പെടുത്തുന്ന എത്രയോ അനുഭവങ്ങൾ. ഓർക്കണേ, ഇന്ന് നമുക്ക് ദൈവം സ്വാതന്ത്ര്യത്തോടെ ഈ ദൈവവചനത്തെ പഠിച്ച് നിശ്ചയം പ്രാപിച്ച് അതിൽ നിലനിന്നുകൊണ്ട് മുന്നേറുവാൻ ഒരവസരം തന്നിരിക്കുമ്പോൾ നാം അത് വ്യർത്ഥമായി അതിനെ ഉപയോഗപ്പെടുത്താതെ അതിനെ തള്ളിക്കളഞ്ഞാൽ നാളെ നമുക്കൊരു വിശപ്പുണ്ടാകും. പക്ഷേ അന്ന് ചിലപ്പോൾ എന്ത് ചെയ്യേണ്ടി വരത്തില്ല, കിട്ടിയെന്ന് വരത്തില്ല എന്നാണ്. അപ്പം എന്ന കോലൊടിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അപ്പത്തിനായി അലഞ്ഞു തിരിയുന്ന ഒരു കാലഘട്ടം ഉണ്ടാകുമെന്ന് ഇസ്രായേലിൻ്റെ ജീവിതത്തിൽ ദൈവം അവരുടെ പിന്മാറ്റാവസ്ഥയിൽ പറഞ്ഞെങ്കിൽ ദൈവമക്കളെ ഓർക്കണം കേട്ടോ, നാം ഈ ദൈവത്തിൻ്റെ വചനത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഇതിന് യാതൊരു വിലയും പ്രാധാന്യവും കൊടുക്കാതെ ഭൗതികമായ നമ്മുടെ ആഹാരത്തിൻ്റെ പിന്നാലെ നാം ഓടിയാൽ നാളൊരിക്കൽ ദൈവത്തിൻ്റെ വചനമാകുന്ന ആഹാരം നമുക്ക് കിട്ടാതെ പോകുമെന്നുള്ളതാണ് സത്യം. നമുക്കത് ലഭ്യമാകാതെ പോകും. അപ്പം എന്ന കോലൊടിച്ചു കളയുവാൻ ഇടയാകുമെന്ന് പറയുന്നു. ദൈവത്തിൻ്റെ വചനം ദുർലഭമായിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ശമൂവേൽ ബാലൻ ജനിച്ചതെന്ന് നമുക്ക് ഇസ്രായേലിൻ്റെ ചരിത്രത്തെക്കുറിച്ചറിയാം. ഒത്തിരി കാലഘട്ടമൊന്നും ആയില്ല. ഇസ്രായേലിൽ നിന്ന് വിടുവിക്കപ്പെട്ട് ചെങ്കടൽ വഴിയായി നടന്നു വന്ന് കനാൻ ദേശത്ത് അവകാശമാക്കിയിട്ട് നൂറ്റാണ്ടുകളൊന്നും ആയില്ല. അതിനു മുൻപേ തന്നെ ശമൂവേൽ പ്രവാചകന്റെ കാലഘട്ടത്തിൽ, അഥവാ താൻ ജനിക്കുന്ന സമയത്ത് ദൈവവചനത്തിൽ എഴുതി വച്ചിരിക്കുന്നു, ദൈവവചനം ദുർലഭമായിരുന്നു എന്ന്. അതാണ് ദൈവമക്കളെ ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ സംഭവിച്ചത്. അങ്ങനെയെങ്കിൽ ഇന്ന് നമുക്ക് ദൈവം ധാരാളമായി തരുന്ന ഈ ദൈവവചനത്തെ തള്ളിക്കളഞ്ഞിട്ട് അത് കേൾക്കുവാനും അതറിയുവാനും അത് പിടിക്കുവാനും എനിക്ക് സമയമില്ല എന്ന് പറഞ്ഞ് എൻ്റെ അക്ഷരീക കാര്യങ്ങളാണ്, എൻ്റെ ജോലിയാണ്, എൻ്റെ പഠിപ്പാണ്, എൻ്റെ ഭൗതികമായ കാര്യങ്ങളാണ് എനിക്ക് പ്രാധാന്യം എന്ന് പറഞ്ഞ് അതിന് മുഖ്യത്വം കൊടുത്ത് അതിൻ്റെ പുറകെ നാം അലയുമ്പോൾ നാളെ ഒരു പട്ടിണിയിലേക്ക് നാം തള്ളപ്പെടുമെന്നുള്ളതാണ് സത്യം. ആ പട്ടിണിയാൽ എന്താണ് സംഭവിക്കുക എന്ന് ചോദിച്ചാൽ ദൈവത്തിൻ്റെ വചനം നമുക്ക് ദുർലഭമായി തീരുവാനിടയാകും. അന്ന് ആഗ്രഹിച്ചാലും ലഭിക്കുവാൻ ഇല്ലാത്തൊരവസ്ഥയിലേക്ക് മാറ്റപ്പെടുവാൻ ഇടയാകുമെന്നുള്ളതാണ് സത്യം. അതിനാൽ സംഭവിക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ആത്മീക മനുഷ്യൻ ക്ഷീണിച്ചു പോകുവാനിടയാകും, ആത്മീക മനുഷ്യൻ ബലഹീനപ്പെടുവാനിടയാകും. നമ്മുടെ പിതാക്കന്മാരുടെ കാലത്ത് അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് ദൈവവചനത്തിനുള്ള ആർത്തി ദൈവജനത്തിനും സഭയിലുമൊക്കെ ഉണ്ടായിരുന്നു. അന്ന് ദൈവമക്കളൊക്കെ ആത്മീകരായിരുന്നു. ഇന്ന് ദൈവവചനം കേൾക്കുവാൻ ആർക്കും താല്പര്യമില്ല. ഇടക്കൂട്ടങ്ങളൊക്കെ കാലിയായി കിടക്കുകയാണ്. 2, 3, 5, 10 പേർ വന്നെങ്കിലായി എന്നുള്ള ഒരു അനുഭവം. ആ നിലയിലേക്ക് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഞായറാഴ്ച എല്ലാവരും വരും. എന്തെങ്കിലും ഒരു ചെറിയ വിഷയം ഉണ്ടാകട്ടെ, ആരെങ്കിലും പറഞ്ഞൊരു വാക്ക് മതി, ആരെങ്കിലും ചെയ്ത ഒരു പ്രവൃത്തി മതി. എന്തെല്ലാം പ്രശ്നങ്ങളാണ് സഭയിൽ ഉണ്ടാകുന്നത്. ഇന്ന് വ്യക്തതയോടെ നമ്മുടെ സഭയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളുടെ ആധിക്യം ഉണരുമ്പോൾ, എൻ്റെ ചെറുപ്രായത്തിൽ ഞാൻ വളർന്ന അല്ലെങ്കിൽ ഞാൻ ക്രിസ്തീയതയിലേക്ക് വന്ന കാലഘട്ടത്തെ ഓർക്കുമ്പോൾ അജഗജാന്തര വ്യത്യാസമുണ്ട്. അന്ന് പ്രശ്നങ്ങളില്ല, ഉണ്ടെങ്കിൽ തന്നെ നടത്തിപ്പുകാരുടെ ഒരു വാക്കുകൊണ്ട് അത് പൂർണ്ണമായിട്ട് അവസാനിക്കും. ഇന്നത് പോലീസ് സ്റ്റേഷനും കോടതിയും ഒക്കെ കയറി ആ നിലയിലേക്ക് വളർന്നു വലുതായി പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താ കാരണമെന്ന് ചോദിച്ചാൽ ആത്മീക ശ്രേഷ്ഠത നമ്മിൽ ഇല്ലാതെ വണ്ണം, ദൈവവചനത്തിന് പ്രാധാന്യം കൊടുക്കുവാൻ കഴിയാതെ വണ്ണം, ആത്മീയത നമ്മിൽ നശിച്ചു പോയിട്ട് ജഡികത പ്രാകൃത
ആത്മാർത്ഥത നമ്മിൽ വർദ്ധിച്ചു വരുന്നു. പുറമേയുള്ളവൻ നാൾക്കുനാൾ പുതുക്കം പ്രാപിക്കുന്നു, ശ്രേഷ്ഠത പ്രാപിക്കുന്നു. അകത്തെ ആത്മീക മനുഷ്യൻ നാൾക്കുനാൾ ക്ഷയിച്ചു പോകുന്നു. അത് മൃതപ്രായനായി മരണത്തിലേക്ക് പോകുന്നു. അതാണെന്ന് ദൈവമക്കളുടെ ജീവിതാനുഭവമായി കാണപ്പെടുവാൻ ഇടയാകുന്നത്. ആകയാൽ എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ദയവ് ചെയ്ത് ക്രിസ്തു നമ്മിൽ ഉരുവായിട്ടുണ്ടെങ്കിൽ ആ ക്രിസ്തുവിൻ്റെ ദൈവിക ശ്രേഷ്ഠതയിലേക്ക് നാം നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത് നിത്യതയോളം നിലനിൽക്കുന്ന ആഹാരത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരായി തീരുമെങ്കിൽ ദൈവം നമ്മെ ദൈവിക വളർച്ചയിലേക്ക് നടത്തുവാനിടയാകും, ദൈവിക ശ്രേഷ്ഠതയിലേക്ക് നടത്തുവാനിടയാകും. നാം ക്രിസ്തുവിനോട് അനുരൂപരായി തീരുവാനിടയാകും. കർത്താവ് തേജസ്സിൽ വെളിപ്പെടുമ്പോൾ, ദൈവപുത്രനായ യേശു ക്രിസ്തു തേജസ്സിൽ വെളിപ്പെടുമ്പോൾ നാമും അവനോട് സദൃശ്യരായി ദൈവപുത്രരായി മാറ്റപ്പെടുവാനിടയാകും. അവിടുത്തെ ദിവ്യ സ്വഭാവങ്ങളും സൽഗുണപൂർണ്ണതയും വിശുദ്ധിയും ശ്രേഷ്ഠതയും ഒക്കെ വചനത്തിലൂടെ നാം പ്രാപിച്ച് 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 വളർന്ന് ദൈവത്തിൻ്റെ ദിവ്യമായ അനുഭവങ്ങളിലേക്ക് വന്ന് നാം കർത്താവിനെ പോലെ വെളിപ്പെടുവാൻ, ദൈവപുത്രരായി വെളിപ്പെടുവാൻ ഇടയാകും. ശരീര രൂപാന്തരം എന്ന് പറയുന്നത് ആ ദൈവപുത്രത്വം പ്രാപിക്കുന്ന അനുഭവമാണ്. ആകയാൽ അതിനായി നമുക്ക് നമ്മെ സമർപ്പിച്ചു കൊടുക്കുക. തിരുവെഴുത്തുകളിലൂടെ നടത്തപ്പെട്ട് ദൈവവചനപ്രകാരം തന്നെ ജീവിക്കുവാൻ ഉത്സാഹിച്ചതിനു വേണ്ടി പ്രാർത്ഥിച്ചുണർന്ന് ആത്മീയ ശ്രേഷ്ഠത പ്രാപിച്ച് കർത്താവിൻ്റെ വരവിന് ഒരുങ്ങുന്നവരാകട്ടെ. ഒന്നുമില്ലായ്മയിൽ നിന്ന് 4 വാക്കുകളിലൂടെ വന്നതായ യേശുവിൻ്റെ സുവിശേഷം 4 സുവിശേഷങ്ങളായി മാറത്തക്കവണ്ണം ശ്രേഷ്ഠമായെങ്കിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം അതേ നിലയിൽ ഒരു ശ്രേഷ്ഠതയിലേക്ക് നടത്തപ്പെടുവാൻ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സമർപ്പിച്ചു കൊടുക്കുക. ഒരു നിമിഷം എല്ലാവരും മുഴങ്കാലുകളെ മടക്കി നമ്മെ വളരുമാറാക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം നമുക്ക് മതിയായ ദൈവമാണ്. അവൻ്റെ സമ്പന്നതയ്ക്കൊന്നിനും കുറവില്ല എന്ന് ഉണർന്നുകൊണ്ട് ദൈവം നമുക്ക് ആവശ്യമായ അനുഭവങ്ങൾ, അനുഗ്രഹങ്ങളൊക്കെ നൽകി നമ്മെ നടത്തുവാൻ ശക്തനാണെന്ന് ഉണർന്നുകൊണ്ട് ആ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഈ പകൽക്കാലം നമ്മെ ഏൽപ്പിച്ചു കൊടുപ്പാൻ എല്ലാവരും നിങ്ങളെ സമർപ്പിച്ചു കൊടുപ്പാനിടയാകട്ടെ. മുഴങ്കാലുകളെ മടക്കിയാകട്ടെ. എന്താണ് നാം ആഗ്രഹിക്കുന്നത്? ക്രിസ്തു നമ്മിൽ ഉരുവാകണമെന്ന് നാം ആഗ്രഹിക്കുന്നുണ്ടോ? ക്രിസ്തു നമ്മിൽ വളരണമെന്ന് നാം ആഗ്രഹിക്കുന്നുണ്ടോ? ക്രിസ്തുവിൻ്റെ പൂർണ്ണത പ്രാപിപ്പാൻ നാം ഉത്സാഹിക്കുന്നുണ്ടോ? അതോ ക്രിസ്തു നമ്മിൽ വേണ്ട എന്ന് പറഞ്ഞ് നാം വെറും പ്രാകൃതരായി ജീവിക്കുന്നവരാണോ? അതോ ക്രിസ്തു നമ്മിൽ ഉരുവായെങ്കിലും ആ ക്രിസ്തു നമ്മിൽ ഒരു ചാപ്പിള്ളയായി മാറണമെന്നാണോ ആഗ്രഹിക്കുന്നത്? സൽഗുണപൂർണ്ണതയുടെ ദിവ്യ സ്വഭാവങ്ങളുടെ ആത്മീക അനുഭവങ്ങളുടെ നിറകുടമായ കർത്താവിനെ പോലെ നാമും സകലത്തിലും നിറഞ്ഞവരായി ക്രിസ്തുവിൻ്റെ സമ്പൂർണ്ണത പ്രാപിപ്പാൻ ആഗ്രഹിച്ചുണരുന്ന എത്ര ജീവിതങ്ങളുണ്ട്. ഒറ്റ ലക്ഷ്യമേ അവർക്കുള്ളൂ എങ്കിൽ, ഒരേ ഒരു മാർഗമേ അതിനുള്ളൂ. അവർ ക്രിസ്തുവിനെ പോലെ ആകുവാൻ ആഗ്രഹിക്കുന്നവരെങ്കിൽ ജീവിതത്തിൽ ദൈവവചനത്തിന് എപ്പോഴും പ്രാധാന്യം കൊടുത്തുകൊണ്ട്, വചനത്തെ മുഖ്യപ്പെടുത്തിക്കൊണ്ട്, വചനപ്രകാരം ജീവിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട്, ഇതാ കർത്താവിൻ്റെ ദാസൻ ദാസി അങ്ങയുടെ വാക്ക് പോലെ എന്നിൽ നിറവേറട്ടെന്ന് പറഞ്ഞുകൊണ്ട് ആ വചനപ്രകാരം ജീവിക്കുവാൻ തങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുന്നവരാകും. അവരെയാണ് കർത്താവ് ജയാളികളാക്കി തീർക്കുവാനിടയാകുന്നത്. അവരാണ് യേശുവിനെ പോലെയായി, യേശു ജയിച്ചതുപോലെ സകലത്തെയും ജയിക്കുന്നവരായി യേശുവിനോട് കൂടെ കാണപ്പെടുവാനിടയാകുന്നത്. ആകയാൽ നമുക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക. നമ്മുടെ ആത്മീക ജീവിതത്തിൽ ദൈവത്തിൻ്റെ സന്നിധാനത്തെ അഭയമാക്കിക്കൊണ്ട് ദൈവത്തിൻ്റെ പാദപീഠത്തിൽ ഇരുന്ന് ദൈവിക അനുഭവങ്ങളെ പ്രാപിച്ച്, ദൈവവചനങ്ങളെ പ്രാപിച്ച്, ദൈവഹിതപ്രകാരം ജീവിതത്തിൻ്റെ ശ്രേഷ്ഠതയിലേക്ക് നടത്തപ്പെട്ട് ആത്മീകമായൊരു വളർച്ച പ്രാപിപ്പാൻ നമുക്ക് നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുക്കാം. ഒരു നിമിഷം എല്ലാവരും വാതുറന്ന് ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ചാട്ട്, കർത്താവേ എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞ്, ഇനി വളരുമാറാക്കണം കർത്താവേ എന്ന് പറഞ്ഞ്, എനിക്ക് ദൈവിക അനുഭവങ്ങളെ തരണം കർത്താവേ എന്ന് പറഞ്ഞ്, നിങ്ങളുടെ വചനങ്ങളെ കേൾപ്പിക്കുമാറാകണം കർത്താവേ എന്ന് പറഞ്ഞ്, നിങ്ങളുടെ വചനപ്രകാരം ജീവിക്കുവാൻ എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞ്, എന്നെ കർത്താവേ വചനത്തിൽ സകല സത്യത്തിലും വഴി നടത്തണമേ എന്ന് പറഞ്ഞ്, അങ്ങയുടെ ആലോചന കേൾപ്പിച്ച് എന്നെ സകല സത്യത്തിലും വഴി നടത്തണമേ എന്ന് പറഞ്ഞ് ദൈവകരങ്ങളിൽ തങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നവരാകട്ടെ. ദൈവം തൻ്റെ വചനത്തിലൂടെ നമ്മെ നടത്തി ക്രിസ്തുവിൻ്റെ പൂർണ്ണത പ്രാപിക്കുന്നവരാകട്ടെ. ക്രിസ്തുവിൻ്റെ തികവ് നമ്മിൽ വരുവാനിടയാകട്ടെ. നാം ക്രിസ്തുവിനെ പോലെയായി തീരട്ടെ. നമ്മിൽ നിന്നൊരു ക്രിസ്തു ഉരുവാക്കപ്പെട്ട് ക്രിസ്തു നമ്മിൽ ജനിക്കുവാനിടയാകട്ടെ. സിംഹാസനത്തിലേക്ക് എടുത്തുകൊള്ളപ്പെടുന്ന ഒരു ആൺകുട്ടിയായി നമ്മുടെ അകത്തെ മനുഷ്യൻ മാറ്റപ്പെടുവാനിടയാകട്ടെ. ആഗ്രഹത്തോടെ ഏൽപ്പിക്കുന്നവരെ ദൈവം സഹായിക്കും. സമർപ്പിച്ചേൽപ്പിച്ചു കൊടുക്കുന്നവർക്ക് ദൈവം തൻ്റെ കൃപ വെളിപ്പെടുത്തുവാനിടയാകും.
ആകയാൽ ആ നിശ്ചയത്തോട്, ആ താല്പര്യത്തോട്, ആ വൃത്തമായ താല്പര്യത്തോട് സമർപ്പിച്ചുകൊണ്ട് നാം മുമ്പേ ധ്യാനത്തിങ്കിൽ പാടിയതായ പാട്ടിനടി പാടുവാനിടയാകട്ടെ. നിന്റെ സന്നിധിയാണ് എൻ്റെ അഭയം കർത്താവേ, നീ എനിക്ക് ജയക്കൊടിയാണെന്ന് പറഞ്ഞുകൊണ്ട് സമ്പന്നനായ കർത്താവിൻ്റെ സന്നിധി നമ്മെ വളരുമാറാക്കി ദൈവിക ശ്രേഷ്ഠതയിലേക്ക് നടത്തുവാൻ, ദൈവിക അനുഭവങ്ങൾ, അനുഗ്രഹങ്ങളൊക്കെ നമുക്ക് നൽകി നമ്മെ സമ്പന്നതയോടെ നടത്തുവാൻ ശക്തനായ കർത്താവിൻ്റെ സന്നിധിയിൽ നാം നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ജയകരമായൊരു ജീവിതം ചെയ്ത് ജയാളിയായ ക്രിസ്തുവിനെ പോലെയായി തീരുവാൻ നമുക്കും ഇടയാകേണ്ടതിന് നമുക്ക് നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുക്കാം.